കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഒരു പ്രദേശത്തെ വീടുകളൊക്കെ തകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു നാട്ടിൽ, അതായത് നമ്മുടെ ആറ്റടപ്പ റോഡിൽ ഇവിടെ താമസിക്കുന്ന ചേട്ടൻ്റെ പേരെന്താ? കരുണാകരൻ. അപ്പോ കഴിഞ്ഞ മഴയത്ത് നമുക്കറിയായിരുന്നു ഈ ഇവിടെയുള്ള വീടുകളൊക്കെ തകർന്നു, അതുപോലെ തന്നെ ആളുകളൊക്കെ വലിയ പരിഭ്രമത്തിലായിരുന്നു. അപ്പൊ എന്താണ്, റോഡിന്റെ പണി തീരുന്നില്ല, റോഡിങ്ങനെ എത്താക്കുത്തയായി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പറയാനുള്ളത്? റോഡ് വേഗത്തിൽ ആടും, അതെ. അപ്പൊ ഈ പണി നീണ്ടു പോകുന്നതിൽ വിഷമമുണ്ടോ? പിന്നെ വിഷമമില്ലാണ്ട് ഭയങ്കര വിഷമമുണ്ട്. മഴ കനക്കുന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവുന്നില്ല ഒരു പേടിയുണ്ടോ? അപ്പൊ ഇപ്രാവശ്യം ഇവിടെ വീടില്ല, വീടെല്ലാം തകർന്നു പോയി. അതെ. അപ്പൊ ഇനിയിപ്പോ ഇല്ല വീട്, ബാക്കിയുള്ള വീടൊക്കെ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതെല്ലാം വീട് പോകുന്ന അറിയില്ല. അവിടെ കാണുന്ന വീടൊക്കെ ഇങ്ങനെ പൊത്തി വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് ഇപ്പൊ പൊതുവെ നാട്ടുകാർ ഇപ്പൊ ഒരു സമരം ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പാലമൊക്കെ ഒന്ന് റെഡി ആയത്. ഇനിയിപ്പോ എന്താണ്, ഇപ്പൊ പാലമാണെങ്കിൽ എത്താക്കുത്തിയൊക്കെ ആയിട്ട് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഈ ഒരു പാലമൊക്കെ കിടക്കുന്നത്. അതെ. ഇത് കണ്ടില്ലേ, ഇരുന്ന് അങ്ങോട്ട് പോകുമ്പോ എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്നാ പറയുന്നല്ലേ. അപ്പൊ നമുക്കറിയാം ഈ ഒരു റോഡൊക്കെ ദേശീയപാത അധികൃതർ പണിതാണ്. പക്ഷെ ഇവിടെ ഒന്നും വാഹനങ്ങൾക്ക് മര്യാദയ്ക്ക് തിരിഞ്ഞു പോകാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇത് തന്നെ നമുക്ക് ഒന്നും പണിയൊന്നും കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ടില്ല, എല്ലാം ഇങ്ങനെ അങ്ങ് ഇട്ടേക്കാണ്. കാരണം റോഡാക്കി എന്ന് വെച്ചാൽ റോഡാക്കി, പക്ഷേ ഇത് ഒരു വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. രണ്ട് വാഹനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥയാണ്. ഒരു വലിയ വാഹനം, ഒരു ചെറിയ വാഹനം വന്നു കഴിഞ്ഞാൽ ഈ ഒരു നല്ല മഴയും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട, എല്ലാവരും ഈ ഒരു സ്ഥലത്ത് ബ്ലോക്കിൽ പെടും. കാരണം ഒരു പണിയും കംപ്ലീറ്റ് ആക്കിയില്ല. കാരണം ചെയ്തോന്ന് വെച്ചാൽ ചെയ്തു, പക്ഷേ ഈ ഒരു പാത, അതായത് പ്രധാന പാതയാണ്, അത് ആറ്റടപ്പ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. പക്ഷെ ജസ്റ്റ് വാഹനം കടന്നു പോകാൻ വേണ്ടി മാത്രം ആൾക്കാരുടെ സമരവും കാരണം ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷം ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു. തലനാരിഴക്കായിരുന്നു ആ ഒരു കുടുംബം രക്ഷപ്പെട്ട്. ഇവിടുന്ന് ഈ കാണുന്ന സ്ഥലത്തുനിന്ന് വീട് തകർന്നു പോവായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗം ഒരു 20 അടി താഴ്ചയിലേക്ക് വീഴുമായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ദേശീയപാത അധികൃതർ അവരുടെ ശരിയായ പഠനമില്ലാത്ത ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം കുത്തി ഒഴുകി ആണ് ഈ ഒരു വീട് തകർന്നു പോയത്. പക്ഷേ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ മറ്റൊരു വീട് അപ്പുറത്ത് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. മഴ കനക്കുന്നുണ്ട്, ആളുകൾ ആശങ്കയിലാണ്. കാരണം അതും പണിയൊന്നും പൂർത്തിയാക്കിയിട്ടില്ല, മണ്ണൊക്കെ സൈഡിലേക്ക് കയറ്റിയിട്ടിട്ട് അത് വെച്ച് ഷീറ്റൊക്കെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. റോഡിൻ്റെ പണിയാണെങ്കിൽ അവിടെ ഇവിടെ മാന്തി വെച്ച് നിർത്തിയേക്കുന്നല്ലാണ്ട് ഇത് പൂർത്തിയാക്കാനായിട്ട് ദേശീയപാത അധികൃതർ മുൻകൈ എടുക്കുന്നില്ല. കാരണം ഇത്രയും കാലം നീണ്ടുപോകേണ്ട ഒരു 2026 മുഴുവൻ പണി തീർക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ 2027 പോവുകയാണ്, റോഡ് പണി എങ്ങും ആയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു വീട് നമുക്ക് കാണാം, അവിടെ അടർന്നു നിൽക്കുന്നതൊക്കെ കാണാം. ആ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് തെന്നി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദേശീയപാതയുടെ ഇപ്പോഴത്തെ മെല്ലെപ്പോക്ക് എന്ന് പറഞ്ഞാൽ മെല്ലെപ്പോക്കിൽ നാട്ടുകാർ ആശങ്കയിലാണ്. അപ്പോൾ 2 കുട്ടികൾ ജിമ്മിൽ പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ മോനെന്താ പേരെന്താ? കാർത്തിക്. പേരെന്താ? അക്ഷത്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇവിടെ റോഡൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ്, മഴയൊക്കെ കനക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പണിയൊന്നും തീർത്ത് വെച്ചില്ല. നമുക്ക് അറിയാം, കാണുമ്പോൾ അറിയാം ഇവിടെ ഒരു കുടുങ്ങിയ ഒരു സ്ഥലമാണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ദേശീയപാത ഇപ്പോൾ ഈ അടുത്ത കാലത്തെങ്ങാനും ഇതൊന്ന് ശരിയാക്കി തരും തോന്നുന്നുണ്ടോ? കൊറേ സമയം എടുക്കുന്ന ആളെ പറയുന്നു. ആണോ? എന്താ അഭിപ്രായം? അതെ, കൊറേ ടൈം എടുക്കുന്നു, ഇനിയും കുറെ ടൈം എടുക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാക്കിയാവും. ഇനി മഴയൊക്കെ കനക്കാൻ പോവല്ലേ, ആശങ്കയുണ്ടോ? ഉണ്ടല്ലേ? അപ്പോൾ ജിമ്മിൽ പോയിട്ട് വരുമായിരിക്കും അല്ലേ?